ലാബിൽ പ്രിന്റിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. എവരി സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡാറ്റ സോർട്ട് ചെയ്ത് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ വളരെ സ്പെസിഫിക്കലി തന്നെ നമ്മൾ തുടക്കം തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി ഇങ്ങനെ ജ്വലിച്ചേക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അതിന്റെ അകത്തേക്ക് നിങ്ങൾ ഇറങ്ങി പോസ്റ്റൽ മെയിൽ നമുക്ക് സോർട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം ഗൾഫെയർ വഴി. അതെ. ഓക്കെ. അപ്പം ആ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഒരു ഹബ്ബ് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് ബഹ്റൈൻ, ഫിനാൻഷ്യൽ ഹബ്ബായിട്ട്. ബഹ്റൈനിലായിരുന്നു എല്ലാത്തിന്റെയും ഹെഡ് ഓഫീസ്, എല്ലാ ബാങ്കിന്റെയും ഉണ്ടായിരുന്നത്. ആദ്യം അതിന് മുമ്പ് ബെയ്റൂത്തായിരുന്നു ലെബനാൻ. അപ്പം ലെബനാനിൽ പിന്നെ സംഘർഷങ്ങളും മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ ബഹ്റൈൻ ആയി വരുന്നത് ഹബ്ബ്. HSBC അല്ലെങ്കിൽ ABC ബാങ്ക്, സിറ്റി ബാങ്ക്, എല്ലാ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ഒക്കെ മെയിൻ ഓഫീസ് ബഹ്റൈനിലായിരുന്നു. അങ്ങനെ ഒരുപാട് മിന ആൻഡ് യൂറോപ്പ് റീജിയൻ, മീനാന്റെ ഹെഡ് ഓഫീസ്. അല്ലെങ്കിൽ ഈ ബെയിലിക് സർവീസസ് ബഹ്റൈനിൽ വെച്ചിട്ടായിരുന്നു കൂടുതൽ നടക്കാറ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിലിറങ്ങി പിന്നെ അതിലൊരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ ഡാറ്റ സോർട്ടിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഈ കാലഘട്ടം അധികം നാൾ നിൽക്കൂല. 2008 തന്നെ എല്ലാവരും ഇമെയിലേക്ക് പതുക്കെ ഇറങ്ങി വന്നു. അതായത് പോസ്റ്റൽ മെയിലുകളൊക്കെ നിന്ന് തുടങ്ങി, കുറഞ്ഞു തുടങ്ങി. അതെ. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഇങ്ങനെ തകരും എന്ന് മനസ്സിലായപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പോകും എന്നുള്ളൊരു സംഭവത്തിൽ വേറൊരു നിഷ് ഏരിയ നോക്കുമ്പോഴാണ് എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സും GCCയിലേക്ക് വന്ന് തുടങ്ങുന്ന ടൈമും കൂടിയായിരുന്നു. ഹൈപ്പർ മാർക്കറ്റ് ബൂം വരുന്ന സമയമായിരുന്നു. ലുലു, കാരിഫോർ, കുറേ ഹൈപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ പാണ്ട ഒക്കെ സൗദിയിൽ നല്ല പോപ്പുലറായി വരുന്നു. ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ഹൈപ്പർ മാർക്കറ്റുള്ള ഒരു ട്രെൻഡ് കാറ്റലോഗ് പ്രിന്റിംഗ് ആണ്. കാറ്റലോഗ് പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ അതായത് നോർമലി നമ്മളിപ്പോൾ അഡ്വർടൈസിങ് കമ്പനി ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അഡ്വർടൈസിംഗ് ബേസിക്കലി ഈ പോസ്റ്റൽ മെയിൽ സർവീസ് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയാണ്. അഡ്വർടൈസിംഗ് കമ്പനി ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2007 ആ കമ്പനി ഫോം ചെയ്യുന്നത്, റെഡ് ഹാറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ട്.